ഹായ്. അപ്പൊ നമ്മള് ബാത്റൂമില് പ്ലംബിങ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ബാത്റൂമുകളിൽ ഇടുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്ലംബർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പ്ലാനോ ഇതൊന്നും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂം കണ്ടറിയാം എവിടെ ക്ലോസറ്റ് വെക്കാം, എവിടെ ബേസും വെക്കാം, എല്ലാം കറക്റ്റായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അതില് ഒറ്റ കാര്യങ്ങൾ, അതായത് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് വെക്കുന്നുണ്ടോ എന്ന് വീട്ടുകാരോട് ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു അളവ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല, കറക്റ്റ് സ്പേസ് ആണ്. ഇവിടെ ഒരു 100 സെന്റിമീറ്റർ ആണ് നമ്മൾ കുളിക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ 90 സെന്റിമീറ്റർ ക്ലോസറ്റിനുള്ള പീസ് നിറയിട്ടു സിംഗിൾ പീസ് ആണ്. അപ്പൊ നമ്മൾ ഏത് സിംഗിൾ പീസ് ക്ലോസറ്റ് വെക്കുകയാണെങ്കിലും 225 ആയാലും 300 ആയാലും നമ്മൾ ഒരു 4 സെന്റിമീറ്റർ കയറ്റിയിടാം. അപ്പൊ നമുക്ക് വരുന്ന എല്ലാ ഏറ്റവും മാറി പക്കയായിട്ട് ക്ലോസറ്റ് വെക്കാം. അതുപോലെ ബേസൻ നമുക്ക് ഇവിടെ 68 സെന്റിമീറ്റർ ഉണ്ട്. ബേസൻ നമ്മൾ ഒന്നല്ലെങ്കിൽ ചെറുതാക്കാം അല്ലെങ്കിൽ വലുതാക്കാം. ഇവിടെ ഞാൻ 68 സെന്റിമീറ്റർ ഇട്ട് വേറെ ഒന്നല്ല, നമ്മള് പല്ലയ്ക്കാൻ നിൽക്കുമ്പോൾ ഇവിടെയാണ്. അപ്പൊ ഇവിടെ കൈ വല്ലാണ്ട് തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സ്പേസ് കൂടുതലിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് സ്പേസും കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും നമ്മൾ അളവുകൾ കറക്റ്റ് എപ്പോഴും ഒരേ പാറ്റേണിൽ ചെയ്യുക. വെട്ടി പൊളിക്കുന്നത് അതിൽ എന്താണെങ്കിലും നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടാക്കുക, ആ പാറ്റേണിൽ മാത്രം ചെയ്യുക. അതുപോലെ നമ്മളിവിടെ ബേസിന്റെ അല്ലാത്തിന്റെ അളവും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ബേസും വരുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് വേസ്റ്റ് പൈപ്പ് 50, അതുപോലെ ബേസിന്റെ ടാപ്പ് ഒരു 60ന്റെ ഉള്ളിൽ നിർത്താം. അതുപോലെ സ്പൗട്ട് 75, ഡൈവേർട്ടർ 110, ഷവർ ഏരിയ 210. അത് ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടണേ കൂട്ടാട്ടാ. ഹെൽത്ത് ക്ലോസറ്റ് 60, സിംഗിൾ പീസ് ആണെങ്കിൽ നമ്മുടെ ഒരു 30 സെന്റിമീറ്ററിലൊക്കെ കൊണ്ട് നിർത്താം. അതുപോലെ ട്രാപ്പ് വയ്ക്കുമ്പോൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോ അല്ല, കുറേ ആൾക്കാർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. ഒരു വകതിരിവില്ലാത്ത രീതിയിൽ വയ്ക്കുക. എപ്പോഴും ഉള്ളിയിൽ എവിടെയാണോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ട്രാപ്പ് വയ്ക്കാൻ ശ്രമിക്കുക. പലരും സ്ലോപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് വെക്കണമുണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്ലംബിങ് അടിപൊളിയാണ്. കാണും എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ.